ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷാവസ്ഥ രൂപപ്പെട്ടത്. തുടർന്ന് പ്രവർത്തകർ അല്പസമയം റോഡ് ഉപരോധിക്കുകയും ചെയ്തു. നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. അങ്ങ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ SFI ക്രിമിനലുകളുടെ അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനിരയായി റാഗിങ്ങിനിരയായി മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു, എന്റെ കുഞ്ഞിന് 2 ദിവസം ജലപാനീയങ്ങൾ പോലും നൽകാതെ SFI-ക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിലേക്കുള്ള പീഡിപ്പിച്ചിട്ടാണ് എന്റെ കുഞ്ഞു മരണത്തിലേക്ക് പോയതെന്ന് പറയുന്നു. വലിയ രീതിയിലേക്കുള്ള സംരക്ഷണമാണ് SFI-ക്കാരായിട്ടുള്ള ക്രിമിനലുകൾക്ക് ഈ സർക്കാർ ഒരുക്കിയത്. അതിനും സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ നിതിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഘാതകരെ മരണത്തിന്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളീയ പൊതുസമൂഹം വലിയ രോക്ഷത്തിലാണ്. കേസിൽ പോലീസ് വീഴ്ച വരുത്തുകയാണെന്നും പ്രതികളെ പിടികൂടാൻ താൽപര്യമില്ലെന്നുമാണ് പ്രവർത്തകർ ആരോപിച്ചത്. സംഘർഷത്തിനിടെ 6 KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷൻ, മലപ്പുറം.